രാവിലത്തെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒരു കപ്പയ്ക്ക പറിക്കാനാണ് ഇറങ്ങുന്നത്. ഇന്നലെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പയ്ക്ക പഴുത്ത് പോയിട്ടോ, അതുകൊണ്ട് തന്നെ തോരനും ചെറിയൊരു മധുരമുണ്ട്. ഏട്ടനാണെങ്കിൽ ഈ കപ്പയ്ക്ക തോരനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരെണ്ണം കൂടി ഇന്ന് പറിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ എളുപ്പമാകും. എനിക്കിവിടെ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങും കേട്ടോ. ഒന്ന് നേരെ ഇതേ ഗേറ്റൊക്കെ തുറന്ന് ഇറങ്ങി ഒരു പപ്പായ 2 എണ്ണം പറിച്ചിട്ടുണ്ട്. ഒന്നും ശരിയല്ലാത്തതുകൊണ്ട് ഒരെണ്ണത്തിൽ കുത്തിയതാണ്, പക്ഷെ 2 എണ്ണം വീണു. അങ്ങനെ നേരെ ഇതേ അതൊക്കെ എടുത്ത് അകത്ത് വന്ന് ആരിന് വേണ്ടിയിട്ടുള്ള കുറുക്കും കൂടി സെറ്റാക്കി. നമ്മുടെ സൂചി ഗോതമ്പിന്റെ കുറുക്കാണ് കേട്ടോ. ഇപ്പോൾ 2 നേരമൊക്കെ ഞാൻ സൂചി ഗോതമ്പിന്റെ കുറുക്കും കൊടുക്കുന്നുണ്ട്, കൂടെ ചോറും കൊടുക്കുന്നു. കുടിക്കാനുള്ള വെള്ളവും കൂടി ചൂടാക്കാൻ വെച്ചിട്ട് ആരിൻ്റെ കുറുക്കും ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ പപ്പായ വൃത്തിയാക്കാൻ ഇരുന്നപ്പോഴാണ് ഏട്ടൻ എണീറ്റ് വന്നത്. അങ്ങനെ ചായ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. എനിക്ക് പണ്ടൊന്നും പപ്പായയോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം കഴിക്കും. ഇപ്പോൾ ഞാൻ എല്ലാ ഫുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ, തോരനൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട്. മുമ്പൊന്നും ആൾ എരിയുള്ളതൊന്നും അധികം കഴിക്കില്ലായിരുന്നു, ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇതേ ആരൂട്ടി എണീറ്റ് വന്നു. അതുകൊണ്ട് ഞാൻ അരിയാനുള്ളതൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഇനി അവൾ ഉറങ്ങുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ വാശിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്